ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 5 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഇന്നലെ നല്ല രീതിയിൽ താഴെയാണ് ക്ലോസ് ചെയ്തത്. അത് ഇന്ന് തിരിച്ച് കയറുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചോദ്യം. ഇന്ത്യൻ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡിലാണ് ഉള്ളത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് ഇന്നലെ ഒരു നെഗറ്റീവ് ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ പിന്നീട് അത് പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യാൻ പറ്റുക, അതിൻ്റെ താഴെ തന്നെ ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇത് ഇന്നലത്തെ ഒരു എഫക്റ്റ് ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂസ് റാലിയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ റിലയൻസ്, സുസ്ലോൺ, എക്സൈഡ്, സോണ BLW, ജനറൽ ഇൻഷുറൻസ്, സിക്കജൻ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് റിലയൻസും ഇതൊക്കെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകളാണ്. അതേപോലെ ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കോപ്പി ട്രേഡിംഗ് എന്താണെന്ന്. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ എടുക്കുന്ന ട്രേഡ് മറ്റുള്ളവരുടെയൊക്കെ അക്കൗണ്ടിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഒരേ സമയത്ത് മെയിൻ അക്കൗണ്ടിൽ എടുക്കുന്ന അതേ ട്രേഡുകൾ അതേപോലെ മറ്റൊരു അക്കൗണ്ടിൽ എടുക്കുന്ന ഒന്നിലധികം അക്കൗണ്ടുകളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു രീതിയാണ് കോപ്പി ട്രേഡിംഗ്. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ. അതായത് രാവിലെ ലോഗിൻ ചെയ്യണം ഓരോ യൂസറും. അവർ ആ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യുക, കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്ത് അവനവൻ്റെ പണിക്ക് പോയിക്കൊള്ളുക. ഇടയ്ക്ക് ഇപ്പോൾ ഏതാണോ ബ്രോക്കർ, സെറോദയുടെ മൊബൈൽ ആപ്പ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ്. ആൽഗോയും കോപ്പി ട്രേഡിങ്ങും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അതായത് മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടാവുന്ന ഒരു കേസാണ്. ഒരാളാണ് അതിൻ്റെ പിന്നിൽ ട്രേഡ് തീരുമാനിക്കുന്നതും ട്രേഡ് എടുക്കുന്നതും ട്രേഡ് കട്ട് ചെയ്യുന്നതും ലാഭനഷ്ടങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ ഒരു വ്യക്തിയാണ്. അതേസമയത്ത് ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ അൽഗരിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി ഒരു പ്രത്യേക സാഹചര്യം ചില കണ്ടീഷൻസ് മാർക്കറ്റിലുണ്ടായാൽ അവിടെ വെച്ച് എൻട്രി എടുക്കാനും അതേപോലെ ചില സമയത്ത് എക്സിറ്റ് ചെയ്യാൻ, ചില കണ്ടീഷൻസിൻ്റെ ബേസിൽ എക്സിറ്റ് ചെയ്യാനും പറയുന്നതാണ് ഈ ആൽഗോ ട്രേഡിംഗ് എന്നത് പറയുന്നത്. അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. ആൽഗോ ട്രേഡിംഗ് ഇത്തരം മാർക്കറ്റുകളിൽ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരു 10% വിജയസാധ്യത കിട്ടുള്ളൂ. പക്ഷേ കോപ്പി ട്രേഡിന് 55-60% വിജയസാധ്യത കിട്ടും, ആക്യുറസി കിട്ടും, പിന്നെ അപകടങ്ങൾ കുറക്കാനും പറ്റും. അതാണ് ഈ കോപ്പി ട്രേഡിങ്ങിൻ്റെ. കാരണം ഒരു മനുഷ്യനാണ് അത് നിയന്ത്രിക്കുന്നത്. സോഫ്റ്റ്വെയറിന് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ട്രേഡ് എടുക്കും. അതേ സമയത്ത് ഒരു മനുഷ്യനാണ് എടുക്കുന്ന മാർക്കറ്റ് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അനലൈസ് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കോപ്പി ട്രേഡിങ്ങിന് കുറച്ചുകൂടെ സാധ്യത വർദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കോപ്പി ട്രേഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ. ദെൻ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ക്ലിയർലി ന്യൂട്രലായെന്നും പറയാൻ പറ്റില്ല, ബുള്ളിഷായെന്നും പറയാൻ പറ്റില്ല, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോഴും ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിക്കി, ജപ്പാൻ്റെ നിക്കി 217 പോയിന്റ്, അതോ 0.5% റെഡിലാണുള്ളത്. ഹാങ്സങ്, ഷങ്കായ് കമ്പോസിറ്റ്, STI, കോസ്പി ഇതെല്ലാം തന്നെ ഗ്രീനിലാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്രീനിൽ കയറി വന്നിട്ടുണ്ട്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 25,266 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,355 ഏകദേശം 88 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറന്റ് ട്രേഡിംഗ് നടക്കുന്നത് 25,375 സോ ഇന്നലെ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് ഏകദേശം 105 പോയിന്റോളം മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഒരു നല്ല റിക്കവറി അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു തിരിച്ചു കയറ്റം നടന്നിട്ടുണ്ട്. സോ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഈ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ മാർക്കറ്റ് തിരിച്ച് കയറി വരട്ടെ എന്ത് തന്നെ ആയാലും. ദെൻ ഇന്ന് റിലീസ് ചെയ്യുന്ന ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ്, ജർമ്മനി ഫാക്ടറി ഓർഡേഴ്സ് മന്ത് ഓൺ മന്ത്, യൂറോ ഏരിയ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത്, USA ADP എംപ്ലോയ്മെൻറ്റ് ചേഞ്ച്, USA S&P ഗ്ലോബൽ സർവീസസ് PMI ഫൈനൽ, USA ISM സർവീസസ് PMI, ബ്രസീൽ ബാലൻസ് ഓഫ് ട്രേഡ്. ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു കമ്പനി മാത്രമാണ് എനിക്ക് കണ്ടു കിട്ടിയത്. ഉദയ ശിവകുമാർ ഇൻഫ്ര എന്ന ഈ ഒരു കമ്പനി മാത്രമാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. FNO ബാനിൽ വന്നിരിക്കുന്ന ABFRL, ബാലറാം ചിനി മിൽസ്, ഹിന്ദ് കോപ്പർ, RBL ബാങ്ക് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നിട്ടുള്ളത്.
ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 975 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 97 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ 1072 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും മാർക്കറ്റിലുണ്ടായത്. ഈ മാസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3740 കോടിയുടെ ബൈയിങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2349 കോടിയുടെ ബൈയിങ് നടത്തി. അങ്ങനെ മൊത്തത്തിൽ 6090 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇതുവരെയും ഈ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്നും നടന്നിരിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 25,090 ഓപ്പണായി 108 പോയിന്റ് ലാഭത്തിൽ 25,199 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 293 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. അതേസമയത്ത് ഈ മാസം നിഫ്റ്റിയിൽ 135 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു, അതേപോലെ അത് വെർജിൻ CPR ആണ്. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. സോ ഉറപ്പായിട്ടും ഇന്നൊരു ക്രോസിങ് നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നോർമൽ CPR ആണ്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് വിക്സ് ആരംഭിക്കാൻ പോകുന്നത് 14.38 അതും നല്ല രീതിയിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാല്യൂ തന്നെയാണ്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 0.83 ആണ്. ഇത് ക്ലിയർലി ഒരു ന്യൂട്രൽ മൂവ്മെന്റ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 25,300 1,16,00,000 ഇവിടെ കോൾ റേറ്റിംഗ് നടന്നിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 25,000 വന്നിരിക്കുന്നത് 1,26,00,000. കുഴപ്പമില്ലാത്ത പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ. മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ അതിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റ് വെച്ച് ഇന്നത്തേതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ, കാരണം ഇന്നലെ ഒരു ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് താഴെ പോയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു റിക്കവറി ഇന്ന് പോസിബിൾ ആയിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു 25,200 മുകളിലായിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുക എന്നാണ്. 25,200, അതായത് മിനിഞ്ഞാന്നത്തെ ദിവസം, ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ ദിവസം ക്ലോസ് ചെയ്ത് ആ ഒരു വാല്യൂ, ആ ഒരു ലെവലിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ക്ലോസ് ചെയ്യുക. കാരണം ഈ 25,206 ഇന്നലത്തെ ക്ലോസിങ്. സോ 250 ലെവലിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ പിന്നീട് ഫർദർ 382 വരെ പോകാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് കാണുന്നത്. കാരണം ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ റാസ് ലെവൽസിൻ്റെ റേഞ്ചിൻ്റെ പുറത്താണ് ട്രേഡിംഗ് നടക്കാറുള്ളത്. അപ്പോൾ അത് ഈ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ തലേദിവസം വന്ന് ന്യൂസിൻ്റെ ബേസിൽ പോവുകയാണെങ്കിൽ പിറ്റേന്ന് ഇന്നത്തെ ദിവസം അത് ടെക്നിക്കൽസിൻ്റെ ബേസിൽ പോകും. അപ്പോൾ മിനിഞ്ഞാന്നത്തെ ക്ലോസിങ്ങിനെ പിടിച്ച് അതിൻ്റെ ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോണിൽ ഈ കാണുന്ന ഇവിടെ ഓപ്പണായിട്ട് ഇങ്ങനെയായിരിക്കും ട്രേഡിങ്. ചിലപ്പോൾ അത് തിരിച്ചിറങ്ങി വന്നുകൂടായികയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇന്ന് ഔട്ട് ഓഫ് റേഞ്ചിന് ട്രേഡിംഗ് നടക്കാനുള്ള, റാസ് ലെവൽസിൻ്റെ പുറത്ത് ട്രേഡിംഗ് നടക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. ഒരു ഹയസ്റ്റ് ഒരു റെയർ കേസിൽ 25,382 വരെ മാർക്കറ്റ് കയറിപ്പോയേക്കാം. ഇന്നത്തെ ലോ എന്ന് പറയുന്നത് 25,000 ഇൻ കേസ് മാർക്കറ്റിൽ ഒരു പൊട്ടലാണ് വരുന്നതെങ്കിൽ 25,000 വരെ മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ഒരു മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നാൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത, ഇൻ കേസ് ഒരു മാർക്കറ്റ് റിവേഴ്സലിൽ വരികയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈ എന്നുള്ള ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട്. 25,222, 25,216 എന്നുള്ള ഒരു 11 പോയിന്റിൻ്റെ ഒരു സോണാണത്. അവിടെ നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടും. ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആയാൽ, ഇനി അതല്ല താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇത് കടന്നു പോകാൻ ഒരല്പം ബുദ്ധിമുട്ടുകയും ചെയ്യും. നല്ല റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യും. നോ ട്രേഡ് സോണായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഒരു വലിയൊരു സോണാണ്. അത് 25,189 മുതൽ 142 വരെയുള്ള ഒരു 47 പോയിന്റിൻ്റെ ഒരു സോണാണ് നമുക്ക് എൻട്രി ഒഴിവാക്കേണ്ട ഒരു സോൺ. ഇതായി ഞാനിപ്പോൾ ഈ വരച്ചു കൂട്ടിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് 25,189 ഹയർ സൈഡിൽ, 25,142 ലോവർ സൈഡിൽ. അത് ആ ഒരു സോണിനകത്ത് നിങ്ങളുടെ ഫ്രഷ് എൻട്രി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് മാർക്കറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ 25,000 വരെയും ഈ ഒരു സോൺ വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോകും. പക്ഷേ ഞാൻ അതിനൊരു സാധ്യത കാണുന്നില്ല. ഞാൻ കാണുന്ന സാധ്യത 25,250, 264 ലെവലിൽ ഓപ്പണായിട്ട് 25,382 ലെവലിൽ പോയില്ലെങ്കിലും ഒരു ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡുകൾക്കാണ് ഞാൻ ഒരു സാധ്യത കാണുന്നത്. സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. ബാക്കി കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.